നമ്മൾ ഇവിടെ കൂടിയിരിക്കുന്നത് പ്രധാനമായ രണ്ട് കാര്യങ്ങളെക്കുറിച്ച് തീരുമാനമെടുക്കാനാണ്. ഒന്നാമത് പഞ്ചായത്ത് പ്രസിഡന്റിനെ പുറത്താക്കുക. ഏതായാലും തെരഞ്ഞെടുപ്പ് അടുത്ത് വരുമല്ലേ, അപ്പൊ പിന്നെ അവിശ്വാസ പ്രമേയത്തിന് എന്താ ആവശ്യം? അങ്ങനെയല്ല, ഇയാളെ ഈ നിലയിൽ വിട്ടാൽ ഈ നാട് നന്നാകും. അടുത്ത കമ്മിറ്റിയിൽ അവിശ്വാസ പ്രമേയം ഞാൻ അവതരിപ്പിക്കും. ഇനി മറ്റൊന്ന്, അടുത്ത തിരഞ്ഞെടുപ്പിൽ നമുക്ക് രാമുവിനെ രാഘവൻ നായർക്കെതിരായി ഈ വാർഡിൽ നിർത്തി മത്സരിക്കുക. അതൊന്നും വേണ്ട, എനിക്ക് ഭരണകാര്യങ്ങളിലൊന്നും യാതൊരു താല്പര്യമില്ല. അങ്ങനെയല്ല, നിങ്ങളെപ്പോലെ അറിവും വിദ്യാഭ്യാസവും ഉള്ളവർ ഇങ്ങനെ ഒഴിഞ്ഞു മാറുന്നുകൊണ്ടാണ് ഈ ഞാനൂരുകൾ ഇങ്ങനെ തലപൊക്കുന്നത്. ഇത് രാമുവിന്റെ വ്യക്തിപരമായ ആവശ്യമല്ല, ഈ നാട്ടുകാരുടെ ആവശ്യമാണ്. നാട്ടുകാർക്ക് വേണ്ടി രാമു സമ്മതിക്കണം. ജയിച്ചാൽ രാമു പ്രസിഡന്റാണ്. ഏതായാലും കേസ് കഴിയട്ടെ. കേസ് നടത്തിക്കുന്നത് ഞങ്ങളല്ലേ. ഒരു പക്ഷേ ശിക്ഷിച്ചാൽ ഞങ്ങൾ സുപ്രീം കോടതി വരെ പോകും. അവിടെയും വധശിക്ഷ ശരിവെച്ചാൽ ഈ നാട്ടിലെ മുഴുവൻ ചെറുപ്പക്കാരെയും തൂക്കിക്കൊന്നിട്ടേ രാമുവിനെ തൂക്കിലിടുകയുള്ളൂ. ഈ നശിച്ച രാത്രി ഞാൻ എങ്ങനെ കഴിച്ചു കൂട്ടുവോനെ? സമാധാനമായിട്ട് കിടന്നുറങ്ങിക്കൊള്ളൂ. രാമചേട്ടനൊന്നും സംഭവിക്കില്ല. എന്റെ ചേട്ടൻ എന്തെങ്കിലും സംഭവിച്ചാൽ ദൈവം വാസിന്റെ കൈവിടില്ല. സമാധാനമായി കിടന്നുറങ്ങിക്കൊള്ളൂ. കഴിയാതിരിക്കുക. പ്രസാദം ജഡ്ജിയോട് ശുപാർശ ചെയ്യണമെന്ന് ദൈവങ്ങളോട് പറഞ്ഞു. എന്റെ വ്രതം ഒന്ന് അവസാനിക്കും. ദൈവം അനുഗ്രഹിക്കട്ടെ. ഞാൻ പോട്ടെ. വരട്ടെ എന്ന് പറയൂ ചേട്ടാ. എന്റെ പരദൈവങ്ങളെ, എന്റെ കുഞ്ഞിന് ഒരാപത്തും വരുത്തരുത്. തമ്പുരാട്ടി സമാധാനപ്പെട്ടാട്ടെ, കുഞ്ഞിന് ഒരാപത്തും വരികയില്ല. എനിക്കൊരു ഇത്തിരി അരി നനച്ചിടാനും ഒരന്തിത്തിരി കൊളുത്താനും ആകെ ഉള്ളതാ. അവനെ അങ്ങനെ ദൈവം അമ്മാവൻ സമാധാനപ്പെടും. രാമുവിനെ വെറുതെ വിടും. ഞാൻ പോയാലും അച്ഛൻ ഇവരൊക്കെ ഇല്ലേ അച്ഛാ? മോനെ, ഞാൻ ഒരുത്തനെ പോകുന്നുണ്ട്. പക്ഷെ ഈ വീട്ടിന് ഈ നാട്ടിൽ 1000 മക്കളുണ്ട്. എന്തായാലും വിളിച്ചിരിക്കണേ. ചേട്ടൻ പോയിട്ടെ, ചേട്ടൻ പോയിട്ട് വാസു, എന്തിനാ ചേട്ടൻ കരയണേ? എന്നെ ശിക്ഷിച്ചില്ലല്ലോ. ഞാൻ പോയിട്ടില്ല. പ്രതിയുടെ പേരിൽ ചുമത്തിയിട്ടുള്ള കൊലക്കുറ്റം സംശയാതീതമായി തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടില്ല. കൃത്യം കണ്ടതായി പറയുന്ന സാക്ഷികൾ പോലും പരസ്പര വിരുദ്ധമായി മൊഴി നൽകിയിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ സംശയത്തിന്റെ ആനുകൂല്യം നൽകി പ്രതിയെ വെറുതെ വിട്ടിരിക്കുന്നു. സ്വാമി എന്തായി? നമുക്ക് അടുത്ത ദിവസം പോയി ഘോഷിക്കാവുന്ന കാര്യം പറ. അവനെ പോലീസ് കൊണ്ടുപോയോ? ഇപ്പൊ കൊണ്ടുവരും. അങ്ങനെ അവനകത്തായി. അവൻ പുറത്തായി. അവനെ വെറുതെ വിട്ടു സാർ.